അർഷിദ് എന്ന ഈ പൊന്നുമോന്റെ മുഖം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് ശേഷം സമാധാനത്തോടു കൂടെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇന്നലെ ഉറങ്ങി. ഇപ്പോഴും ആ കുഞ്ഞുമോന്റെ മുഖം വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ കഥയാണ് അർഷിദ് എന്ന ഈ പൊന്നുമോനെ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോന് സഹിച്ചത് ഞെട്ടിക്കുന്ന ക്രൂരതകളാണ്. രണ്ടാനച്ഛനും അതുപോലെ സ്വന്തം അമ്മയും, അച്ഛനെന്ന് പറയാൻ പറ്റില്ല, അമ്മയെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരമ്മ അച്ഛന്റെ വാല്യൂ പോകുന്നത് കൊണ്ട് മൃഗങ്ങളോട് പോലും ഇവരെ ഉപമിക്കാൻ പറ്റില്ല. ഇവർ പിശാചുക്കളാണ്. മനുഷ്യ കോലം കെട്ടിയ 2 പിശാചുക്കൾ ഈ 1.5 വയസ്സുള്ള ഈ പൊന്നുമോനെ ചെയ്തതെന്ന ക്രൂരതകൾ കേട്ടാൽ ഈ പൊന്നുമോന്റെ മുഖം മറക്കാൻ കഴിയില്ല. അഖില എന്ന് പറയുന്ന ഈ പിശാച് സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് ഈ പെണ്ണിന് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായി, സ്വന്തം ആത്മഹത്യ ചെയ്തതാണ് ഈ അഖില എന്ന പെണ്ണിനെ. ആ ഭർത്താവിനെ ഒഴിവാക്കിയപ്പോൾ അതിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്തപ്പോൾ അഖില എന്ന ഈ പിശാച് സ്ത്രീ 3 മാസം ഗർഭിണിയായിരുന്നു. അവസാനം ജനിച്ചപ്പോൾ അച്ഛനില്ലാതെയാണ് ജനിച്ചത്. പിന്നീട് ഈ രണ്ടാനച്ഛൻ അസ്കറിന്റെ കൂടെയാണ് ഈ അഖില എന്ന പെണ്ണ് പോയത്, കാമുകന്റെ കൂടെ. അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഈ പെണ്ണ് എല്ലാ ദിവസവും ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ അസ്കർ എന്ന പിശാച്ചിന്റെ കൂടെയായിരുന്നു ഈ കുഞ്ഞ് വളർന്നത്. അവൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയ. സിഗരറ്റ് കുറ്റിക്കൊണ്ടും വേദനിപ്പിക്കുന്ന പാടുകൾ ഉണ്ടായിരുന്നു. 2 കൈക്കും പ്ലാസ്റ്റർ ഇട്ടത്, അതും അവൻ മർദ്ദിച്ചത് തന്നെയാണ്. അതുപോലെ സൗകര്യ ഭാഗങ്ങളിലും ഒരുപാട് മുറിവുകൾ, 51 മുറിവുകളാണ് ഈ പൊന്നുമോൻ 1.5 വയസ്സ് കൊണ്ട് സഹിച്ചത്. അമ്മയെ എന്ന് വിളിച്ച് കരയാനല്ലാതെ വേറൊന്നും അറിയാത്ത ആ കുഞ്ഞ് വേദന വരുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, വിശക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, ഭയക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടി അച്ഛൻ, അതായത് മുത്തച്ഛൻ എല്ലാം റെഡിയായി വരികയായിരുന്നു. ഈ മുത്തച്ഛൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞിന് മർദ്ദിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനെല്ലാം റെഡിയായി വരികയായിരുന്നു. ആ കുഞ്ഞിന് എല്ലാം ദിവസങ്ങളാക്കി ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ആ കുഞ്ഞിന് ലോകത്തോട് വിട പറഞ്ഞു. ഭക്ഷണം കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടത്. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ആ കുഞ്ഞിന്റെ 51 മുറിവുകൾ കണ്ട് ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. ഇനി പറയാനുള്ളത് ഓരോരുത്തരോടാണ്. ഇതുപോലുള്ള പിശാച് സ്ത്രീകളുടെ വയറ്റിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ അല്ലാഹുവേ നീ കൊടുക്കാതിരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ കാമുകന്മാരെ തേടിപ്പോകുന്ന സ്ത്രീകൾ, അവിഹിത ബന്ധത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം ഭർത്താവിനെ പോലെ, സ്വന്തം അച്ഛനെ പോലെ ഒരു മനുഷ്യരും സ്വന്തം കുഞ്ഞിനെ നോക്കില്ല. എനിക്കും ഇതുപോലുള്ള 1 വയസ്സിന്റെ ഒരു കുഞ്ഞുണ്ട്. ഞാൻ ഓർത്തത് എൻ്റെ കുഞ്ഞിന്റെ മുഖമാണ്. ഞാനിപ്പോൾ നാട്ടിലേക്ക് ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ നുള്ളി വേക്കുന്ന വേദന കൊണ്ട് കരഞ്ഞാൽ പോലും ഞാൻ ഭാര്യയെ കുറ്റം പറയും. അതുപോലെ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു നുള്ളിന്റെ വേദന സഹിച്ചാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ മർദ്ദിക്കാൻ ഇവന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കുഞ്ഞിനെ ഇമാതിരി മർദ്ദിക്കുന്ന വാർത്ത കേട്ടാൽ അത് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റും? ഈ നല്ല അമ്മമാരുടെ പേര് കെടുത്താൻ ഇതുപോലുള്ള പിശാച് അവർ പുറലോകം കാണാൻ പാടില്ല. ഇതുപോലുള്ള ഒരു കൊലപാതകം ഇനി ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം.